രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമുള്ള BJP-യുടെ ഏതാനും ചില MP-മാർ വിമത നീക്കവുമായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ അവർ പറയുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ തീർച്ചയായും വിമത നീക്കം നടത്താൻ തങ്ങൾ താല്പര്യമുണ്ട് എന്ന അറിയിപ്പുമായി വരികയാണ്. പക്ഷെ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തെലങ്കാനയിൽ പോലും BJP-യുടെ 3 MP-മാർ രേവന്ത് റെഡ്ഡിയുമായി അടുപ്പമുള്ളവരാണ്. അവരും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നവരാണ്. പക്ഷേ അവർ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് എളുപ്പത്തിൽ ചാടുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. കോൺഗ്രസും BJP-യും തമ്മിലുള്ള അന്തരം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്ന് വലിയ എരിപിരി കൊള്ളുന്ന അമിത്ഷായ്ക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും തമ്മിലുള്ള അന്തരം ഇത്രമേൽ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു 2019-ലെ സമ്പൂർണ്ണ വിജയം? അന്ന് 303 സീറ്റുകളാണ് BJP ഒറ്റയ്ക്ക് നേടിയെടുത്തത്. 52 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ BJP-ക്ക് കോൺഗ്രസിനേക്കാൾ 251 MP-മാർ വർദ്ധിച്ചിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലീഡായിരുന്നു. അവിടെ നിന്നാണ് പൊത്തോ എന്ന് പറഞ്ഞ് താഴേക്ക് മതിച്ചത്. അത് കല്യാൺ ബാനർജി ചൂ കിറ്റ് കിറ്റ് എന്ന രീതിയിൽ, നാട്ടിലൊക്കെ ഏണിയും പാമ്പും എന്ന രീതിയിൽ പരിഹസിച്ച് കളിയാക്കി. അതിനിപ്പോൾ മറുപടി പാർലമെന്റിലും പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ തൃണമൂൽ ഇപ്പോൾ ഇല്ലല്ലോ എന്ന ചോദ്യമാണ് ആരായുന്നത്. അതിലെ MP-മാരിൽ പലരും BJP-യിലേക്ക് എത്തുന്നതോടെ ബംഗാളിൽ നിന്നും BJP-യുടെ ടാലി ഈ നിലവിലെ 11 MP-മാരിൽ നിന്നും BJP-ക്ക് 30-ലേക്കോ 31-ലേക്കോ ഒക്കെ ആകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവിടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. അതായത് BJP-യുടെ ടാലി കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. 240-ൽ നിന്നും 260-ലേക്ക് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും അവരുടെ സേഫ് സോണുകളിൽ കോൺഗ്രസ് വെടിപൊട്ടിച്ചിരിക്കുകയാണ്. DK ശിവകുമാർ കർണാടകയിലെ മുഖ്യമന്ത്രി ആയതോടെ അവിടെയുള്ള നിലവിലെ BJP MP-മാരിൽ 5 പേർ കൃത്യമായി കോൺഗ്രസിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കാരണം കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഏത് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അത് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. HD കുമാരസ്വാമിയുടെ ജനതാദൾ സെക്യുലർ തവിടുപൊടിയായി മാറിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന് ഐഡന്റിറ്റി ഉള്ള, അഡ്രസ് ഉള്ള സ്റ്റേറ്റുകളിൽ, അവർ ഭരണത്തിലുള്ള സ്റ്റേറ്റുകളിൽ ഇനി BJP-ക്ക് രക്ഷയില്ല എന്ന് സാരം.